ഹലോ, എല്ലാവർക്കും നമ്മുടെ ദിശ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു അടിപൊളി സിമ്പിൾ മേക്കപ്പാണ്. മാറ്റ് ഫിനിഷ് എന്നൊക്കെ ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സ്കിന്നിനെ ഒട്ടും ഓയിലി ആക്കാത്ത, സ്വെറ്റ് ആക്കാത്ത, വളരെ നീറ്റ് ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ അക്വാഹോളിക് പ്രൈമിങ് മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും എടുക്കാം. നെക്സ്റ്റ് ലിപ്സ് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് വേണ്ടി ഡെർമ കൂടെ ലിപ് ബാം എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് ഒരു ഓറഞ്ച് കറക്റ്ററാണ്. അപ്പോൾ ഞാനിവിടെ L.A.GIRLിൻ്റെ ഓറഞ്ച് കറക്റ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ഡാർക്ക് സർക്കിൾസോ ഡാർക്ക് സ്പോട്ട്സോ പിഗ്മെൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ഹൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇത് വെച്ചിട്ട് മാത്രമല്ല, ഇതിട്ടിട്ട് ഇതിൻ്റെ മേലെയായിട്ട് കൺസീലറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും എടുത്തറിയാത്ത രീതിയിൽ നമുക്കിതിനെ ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് കൺസീലറോ ഫൗണ്ടേഷനോ ഒക്കെ ഇടുകയാണെങ്കിൽ പോലും അത്രയും ഒരു കവറേജ് കിട്ടത്തില്ല. ആ ഒരു ഡാർക്കായിട്ടുള്ള ഏരിയ ഇങ്ങനെ എടുത്ത് കാണിക്കും. ഒരു ആഷി പോലെ ഇങ്ങനെ എടുത്ത് അറിയാൻ പറ്റും ഫേസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് കൺസീലർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് ഒട്ടും എടുത്ത് അറിയത്തില്ല. ഈവൻ ടോണായിട്ട് നമ്മുടെ സ്കിന്ന് നമുക്ക് കിട്ടും. നിങ്ങൾ കറക്റ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ട് ഒരു ലൂസ് പൗഡർ വെച്ചിട്ട് അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നല്ല ഒരു എന്താ പറയുക, അത് നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ലൂസ് പൗഡറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാൽക്കം പൗഡറോ യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ മാമഅർത്തിൻ്റെ ഈ ഒരു ഗ്ലോ മാറ്റിഫൈങ് ലൂസ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കളയൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ സമയം നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മ്യൂസിക് ഫ്ലവറിൻ്റെ ഈ ഒരു ബ്രൗൺ ജെലൈനർ എടുത്തിട്ട് ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ലൂസ് പൗഡർ ബാക്കിയുള്ളതൊക്കെ ഒരു ബ്രഷ് വെച്ചിട്ട് അതിനെ അങ്ങോട്ട് മാറ്റിക്കളയാം. കണ്ടില്ലേ, ഇതുപോലെ. ഇനി നമുക്കൊരു കൺസീലർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ L.A.GIRLിൻ്റെ കൺസീലറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ എൻ്റെ ഷെയ്ഡ് ഫോൺ ആണ്. അപ്പോൾ കൺസീലർ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൺസീലറിൻ്റെ കൂടെ ഇത്തിരി മോയ്സ്ചറൈസറും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നത് റെക്കോർഡായിട്ടില്ലായിരുന്നു കേട്ടോ, സോറി. അപ്പോൾ നിങ്ങൾ കൺസീലറിൽ കുറച്ച് മോയ്സ്ചറൈസറും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ചെറിയ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഷുഗറിൻ്റെ ഒരു കാജൽ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണെഴുതാതെ എന്ത് മേക്കപ്പ് അല്ലേ. അപ്പോൾ കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ മുകളിലുമായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാജലാണ് കേട്ടോ. നല്ല ഡാർക്കായിട്ടുണ്ടാവും കണ്ണെഴുതുമ്പോഴത്തേക്കും. ഇങ്ങനെ എടുത്ത് നിൽക്കും നമ്മൾ ആ കണ്ണെഴുതിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാജലാണ് ഷുഗറിൻ്റെ ഒരു കാജൽ. നെക്സ്റ്റ് ഷുഗറിൻ്റെ തന്നെ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഐ ലാഷസ് ഒക്കെ നല്ല വിടർന്ന് നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസ്കാരയും യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് മുകളിലും താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ ഞാനിവിടെ മാമഅർത്തിൻ്റെ ലിപ് ക്രയോൺ ആണ് എടുത്തിട്ടുള്ളത്. യൂസ് ചെയ്ത ഷെയ്ഡ് പാഷൻ ഫ്രൂട്ട് വൈനാണ്. ഞാൻ ഇതിൻ്റെ മേലെയായിട്ട് ലാക്മേയുടെ ലിപ് കളർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഷെയ്ഡ് മൗവ് എക്സ്റ്റസി ആണ്, 15 മൗവ് എക്സ്റ്റസി. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പം കുറച്ചുകൂടെ ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഈ ലിപ് കളറൊക്കെ ഓരോരുത്തരും അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളുടെ സ്കിൻ ടോണും ലിപ്പിൻ്റെ ഷെയ്ഡും ഒക്കെ അനുസരിച്ച് ഇതിടുമ്പോൾ കിട്ടുന്ന ആ ഒരു കളർ വ്യത്യാസമായിരിക്കും കേട്ടോ. അപ്പം ഞാനിടുമ്പോൾ ഉള്ള ഈ ഒരു ഷെയ്ഡായിരിക്കില്ല ചിലപ്പോൾ വേറെ ഒരു സ്കിൻ ടോൺ അല്ലെങ്കിൽ വേറൊരു ലിപ് ഷെയ്ഡുള്ള ആളിടുമ്പോൾ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് പൗഡർ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ മേബിലിൻ്റെ ഫിറ്റ് മീ ലൂസ് ഫിനിഷിംഗ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ എൻ്റെ ഷെയ്ഡ് 30 മീഡിയം ഡീപ്പാണ്. അപ്പോൾ ഇത് വളരെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ കോമ്പാക്റ്റിനേക്കാളും കുറച്ചുകൂടെ ഇഷ്ടം ഈ ഒരു ലൂസ് പൗഡറാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടെ ഒരു നല്ലൊരു കവറേജ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഇതാണ്. കുറച്ചുകൂടെ എന്താണ് ഒരു നമ്മുടെ ഫേസ് അധികം ഓയിലി ആക്കാതെ അധികം പെട്ടെന്ന് ഇങ്ങനെ സ്വെറ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നല്ലത് ഈ ഒരു ലൂസ് പൗഡറാണ്.
അപ്പോൾ ഞാനിത് കുറച്ചെടുത്തിട്ട് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. അധികം മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പോകണമെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. നമ്മൾ ഫൗണ്ടേഷനോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ആകെ ചെയ്തത് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിൾസും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റും കൺസീലറും യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഈവൻ ടോൺ ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഒരു ജീൻസും ഒരു ടോപ്പും. ഈ ടോപ്പ് സ്റ്റുഡിയോന്നാണ്, പിന്നെ ജീൻസ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയുക, നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.